എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് തഞ്ചാവൂർ പെയിൻറ്റിംഗ് അല്ലെങ്കിൽ ടാഞ്ചോർ പെയിൻറ്റിംഗ് ചെയ്യണേ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്, പാർട്ട് 1ഉം പാർട്ട് 2. അപ്പോൾ ഈ പാർട്ട് 1ൽ ഞാൻ പറയാൻ പോണത് എങ്ങനെയാണ് ഈ പെയിൻറ്റിംഗ് ചെയ്യണേക്കാളും മുമ്പുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോണേ. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ ഞാൻ പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ മറക്കാണ്ട് പോയി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലം വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ന്യൂസ് പേപ്പർ വിരിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ പെയിന്റിങ് ചെയ്യാനായിട്ട് ഒരു ബേസ് ആവശ്യമുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു പഴയ ക്യാൻവാസ് ബോർഡാണ്. ക്യാൻവാസ് ബോർഡ് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലൈവുഡ് പീസോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 10x12 ഇഞ്ചിൻ്റെ ക്യാൻവാസ് ആണ്. ഇത് പഴയ ഒരു ക്യാൻവാസ് ബോർഡാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്നത് ഞാൻ ആദ്യം ചെയ്തൊരു ആർട്ട് വർക്ക് ശരിയാവാതിരുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെന്തായാലും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ എന്തായാലും ഇത് കവറായി പൊക്കോളും. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു പഴയ ക്യാൻവാസ് ബോർഡ് എടുത്താലും മതി. ഇനി നമുക്ക് ഒരു വൈറ്റ് തുണി ആവശ്യമുണ്ട്. ഈ തുണി എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോത്താണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസിനേക്കാളും 4 സൈഡിലും ഒരു 3 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ലെങ്ത് എടുത്തിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 3 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എന്തിനാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സൈഡിലും മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ വൈറ്റ് ക്ലോത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തുണി നന്നായിട്ട് മുക്കി നല്ലപോലെ കഴുകിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇത് 1 മണിക്കൂറെങ്കിലും മിനിമം നല്ലപോലെ ഉണക്കിയെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫെവിക്കോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഫെവിക്കോളിന് ഞാൻ കണക്ക് പറയുന്നില്ല, ഇത് നമുക്ക് തുണി നന്നായിട്ട് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഫെവിക്കോൾ നിങ്ങൾ എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണക്കിയ തുണി ഈ ഫെവിക്കോളിൻ്റെയും വാട്ടറിൻ്റെയും മിക്സിലേക്ക് നന്നായിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഫെവിക്കോളിൻ്റെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ആക്കിയെടുക്കുക. ഇപ്പം നമ്മൾ ആ തുണി നന്നായിട്ട് ഫെവിക്കോളിൽ കോട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം നടുക്ക് നിന്ന് സൈഡിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് ബബിളൊന്നും ഇല്ലാണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതേപോലെ നമ്മൾ കവർ ചെയ്തെടുക്കണം. നമ്മൾ 3 സെൻറ്റിമീറ്റർ എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ സൈഡൊക്കെ നമ്മൾ ബാക്കിലേക്കൊക്കെ മടക്കി ഇതുപോലെ നല്ല വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം. ഇപ്പം നമ്മൾ ആ തുണിയൊക്കെ ഒട്ടിച്ച് ഒരു ഓവർനൈറ്റ് മുഴുവനും ഈ ക്യാൻവാസ് ബോർഡ് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ക്യാൻവാസ് ബോർഡിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാനുള്ള ആ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ക് പൗഡറാണ്. ചോക്ക് പൗഡറിന് 1 കിലോയ്ക്ക് 50 രൂപയൊക്കെയാണ് വരുന്നത്. ചോക്ക് പൗഡർ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ചോക്ക് പൗഡർ ഇല്ലെങ്കിൽ മാർബിൾ പൗഡർ ഉപയോഗിച്ചാലും മതി. ഇനി ഏതെങ്കിലും ഒരു സ്പൂണിൽ നിങ്ങൾ 5 സ്പൂൺ ചോക്ക് പൗഡർ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. മെഷറിംഗ് സ്പൂൺ കറക്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു സ്പൂൺ മതി. ഇനിയുള്ള എല്ലാ ഞാൻ പറയുന്ന ഓരോ ഐറ്റംസും ഇതേ സ്പൂണിൽ തന്നെ അളന്ന് നിങ്ങൾ ഇട്ടാൽ മതി. ഇനി ചോക്ക് പൗഡറിലേക്ക് 2 സ്പൂൺ ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. മിക്സ് റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ ക്യാൻവാസ് ബോർഡിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് വിരൽ വെച്ചിട്ട് തന്നെ ലെവൽ ചെയ്തെടുത്താൽ മതി. എന്തായാലും നമ്മൾ ലാസ്റ്റ് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് എന്തായാലും ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൈ കൊണ്ട് ലെവലാക്കി എടുക്കാം. ഇനി നമുക്ക് അറേബികം റെഡിയാക്കി എടുക്കാം. അറേബികം ഇതുപോലത്തെ ഒരു പാക്കറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കട്ടകളായിട്ടാണ് അറേബികം വരുന്നത്. അപ്പോൾ ഈ അറേബികം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 1/2 ഗ്ലാസ് ഈ ചെറിയ കട്ടകൾ ഗമ്മിൻ്റെ കട്ടകൾ ഇടുക. എന്നിട്ട് ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളം വെച്ച് നിറച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കണമെന്ന് ചോദിച്ചാൽ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഓവർനൈറ്റ് മുഴുവനും ഇതേപോലെ തന്നെ വെള്ളത്തിൽ ഈ ഗമ്മിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഈ ഗമ്മ് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഗമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺ വർക്ക് ചെയ്യണേക്കാളും മുമ്പ് അതിൻ്റെ കോൺ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കോൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് പ്ലാസ്റ്റിക് ഷീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആമസോണിൻ്റെ കവർ യൂസ് ചെയ്യുന്നുണ്ട്, മിൽമയുടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏത് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഇനി ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ കോണിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കണം. കോണിൻ്റെ ഷേപ്പിലായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ എൻഡുകളും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇനി ഈ കോണിൽ നിറയ്ക്കാനുള്ള മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു കപ്പിലേക്ക് ചോക്ക് പൗഡർ ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ചോക്ക് പൗഡറിൻ്റെ അതേ അളവിൽ തന്നെ അറബിക് ഗമ്മും ഈ അരിപ്പയിൽ കൂടി ഇട്ട് അരിച്ച് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് അറബിക് ഗമ്മിൻ്റെയും ചോക്ക് പൗഡറിൻ്റെ മിക്സ് ഇരിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇത് കുറച്ച് തിക്കായിരിക്കും. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു പേസ്റ്റ് ആയിരുന്നു. ഇത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള പേസ്റ്റാണ്. ഇനി ഈ പേസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കോണിലേക്ക് നിറച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഈ കോൺ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തഞ്ചാവൂർ പെയിൻറ്റിങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാർട്ട് 2 എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.